ഫ്രണ്ട്സ് വല്ലതാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം ഒരു BSc ക്ലാസിക് തന്നെയാണ്. ഇത് എനിക്ക് ഒന്ന് 2 വർഷത്തിന് മുകളിൽ 3 വർഷം 2 വർഷത്തിന് മുകളിൽ 3 വർഷത്തിൻ്റെ അടുത്ത് വണ്ടി എടുക്കാതെ മൂലയിൽ കിടന്നൊരു വണ്ടിയാണ്. പത്തനംതിട്ടയിലൊരു വണ്ടിയാണ്. വണ്ടിനോട് അവർക്ക് ഭയങ്കര ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു വണ്ടിയാണ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പം എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എനിക്ക് തോന്നുന്നു 5-6 മാസമായിട്ടുണ്ട്. അപ്പോൾ ഷോപ്പിലായിട്ട് 5-6 മാസമായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആദ്യപടിയായിട്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കി. ഇപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇത് എനിക്ക് തോന്നുന്നു അവർ വണ്ടി നിർത്തിടാനുള്ള മെയിൻ കാരണം വണ്ടി ഓടിക്കാൻ പറ്റാത്ത കണ്ടീഷനായി എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. പല ഇടങ്ങളിൽ കൊണ്ടുപോയിട്ട് അവർക്ക് സാറ്റിസ്ഫൈഡ് അല്ല, വർക്ക് എടുത്തിട്ട് ആ രീതിയിലേക്ക് തിരിച്ച് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അങ്ങനെയാണ് നമ്മുടെ അടുത്തേക്ക് വണ്ടി വരുന്നത് കേട്ടോ. അപ്പം ഇപ്പോൾ പല ആളുകളും ഇങ്ങനെ അവിടെ ആ ഒരു ഏരിയയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഏതായാലും എനിക്കറിയില്ല, അങ്ങനെ വണ്ടി സ്ക്രാപ്പിൽ കൊടുക്കുന്നുണ്ട്. വണ്ടി പണിയെടുത്ത് പിന്നെ ഓടാൻ പറ്റാതെ കണ്ടീഷനിലായി. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പണിയെടുത്ത് മടുത്ത ആൾക്കാരെ വണ്ടി സ്ക്രാപ്പ് കൊടുക്കുക, വിറ്റ് ഒഴിവാക്കുക. അങ്ങനെയാണ് അവരെന്നോട് പറഞ്ഞിട്ടില്ല. അവർ ഓല ലൊക്കാലിറ്റിയിലുള്ള കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് ഈ ഒരു വണ്ടി ഇപ്പോൾ നിലവിൽ ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന വണ്ടി സ്റ്റാർട്ട് ചെയ്യാതെ പിന്നെ അവിടെ നമ്മൾ പാർസൽ ചെയ്ത വണ്ടിയാണ്. വണ്ടി സ്റ്റാർട്ടിങ് ഒന്നും അല്ലായിരുന്നു. ഇപ്പോൾ ഈ അത്യാവശ്യം വെള്ളമടിച്ച് വന്നിട്ടുള്ള വണ്ടിയാണത്. പിന്നെ എന്താ പറയുക, നിങ്ങൾക്കറിയാം 2 വർഷം 3 വർഷമൊക്കെ വണ്ടി നിർത്തിയിട്ട് അങ്ങനെ ഉണ്ടാവും. ആ ഒരു കണ്ടീഷനിൽ തന്നെയായിരുന്നു വണ്ടി ഉണ്ടായത്. അപ്പോൾ ഫ്രണ്ട് മഡ്ഗാർഡ് ഇപ്പോൾ ഞാൻ അയച്ചു വെച്ചതാണ്. അപ്പോൾ ഫ്രണ്ട് മഡ്ഗാർഡൊക്കെ ഒരു വിൻറ്റേജ് ടൈപ്പ് സ്റ്റാൻഡേർഡാണ് അവർ ഉദ്ദേശിക്കുന്നത്. ആ രീതിയിലൊക്കെ കൺവേർട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഏതായാലും ബാക്കിയുള്ളൊരു വണ്ടി ഞാൻ ഇതിൻ്റെ എഞ്ചിൻ്റെ ഒരു കണ്ടീഷൻ എത്രത്തോളം ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുകയാണ് വണ്ടി. സ്റ്റാർട്ടിങ്ങിൽ വലിയ കുഴപ്പം തോന്നിയില്ല. എന്നാലും ഈ എഞ്ചിൻ അയക്കണോ അതോ എഞ്ചിന് വേറെ വിഷയങ്ങൾ വല്ലതും ഉണ്ടോ എന്നുള്ളതിന് എന്താണ് ഇപ്പോൾ നിലവിൽ പ്രശ്നങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക. എന്നാലും 2 വർഷം 3 വർഷം നിർത്തുന്ന വണ്ടി എന്തായാലും എന്തൊരു വിഷയങ്ങൾ കാണിക്കും. എന്നാലും എന്തൊക്കെയാണ് ഇതിൻ്റെ വർക്ക് എടുക്കേണ്ടി വരിക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കുകയാണ് ഞാൻ. എന്നിട്ട് അതിൻ്റെ ഒരു അപ്ഡേഷൻ നമുക്ക് കസ്റ്റമർ കൊടുക്കണം. അപ്പോൾ ഏതായാലും ഒരു വണ്ടി ഒരു പുതിയൊരു ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേറെ കാര്യമൊന്നും ചെയ്തിട്ടില്ല. കാരണം നമ്മൾ ഓൾറെഡി കാർബറേറ്ററിൽ പെട്രോളൊന്നും ഇല്ലാതെ പിന്നെ ചോർത്തി വെച്ചത് കൊണ്ട് തന്നെ പെട്രോൾ ഒഴിച്ചു. പിന്നെ സ്പാർക്ക് ഓക്കെ ആക്കി. പിന്നെ 2 ടയറിലും എയറിലായിരുന്നു. എയർ അടിച്ച് ഫ്രണ്ട് ബ്രേക്കില്ലായിരുന്നു. ബ്രേക്ക് തൽക്കാലം ഓടാനുള്ള കണ്ടീഷനിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് വണ്ടി ഇപ്പോൾ റോട്ടിൽ നിറക്കാൻ പോകണേ കേട്ടോ. നോക്കാം നമുക്ക്. വണ്ടി സ്റ്റാർട്ട് ചെയ്യണേ. വണ്ടി സിംഗിൾ കിക്കിൽ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. റോട്ടിലെത്തിയാലേ എൻ്റെ സ്വഭാവം അറിയുള്ളൂ. അയ്യോ, ബ്രേക്കൊന്നുമില്ല. അപ്പോൾ നോർമൽ റണ്ണിങ്ങിൽ ക്രാങ്കിന് ശബ്ദങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. എന്നാലും ഞാനിതൊന്ന് കയറ്റുക എന്നുള്ളതാണ്. അത് കുറച്ച് ലോഡ് കൊടുത്തു നോക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും നൈസായിട്ട് എന്തോ വർക്കുണ്ടോ നോക്കാനാണ് അത് ചെയ്യുന്നത് കേട്ടോ. ബാക്കിലെ വീലിൻ്റെ അതിൻ്റെ ബെയറിങ് സീറ്റിംഗ് ഒക്കെ നല്ലോണം രീതിയിൽ പോയിട്ടുണ്ട്. വണ്ടി എന്തായാലും വലിക്കുന്നില്ല. ഒരു നിശ്ചിത RPM ഇങ്ങനെ ഓടുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻജിന് കാര്യമായിട്ടുള്ള വിഷയങ്ങളൊന്നും എൻജിനില്ല. കാരണം എന്നോട് പറഞ്ഞിട്ടുള്ളത് എൻ്റെ എൻജിനൊക്കെ അയച്ച് 2ാമത് റീബിൽഡ് ചെയ്യണമെന്നുള്ളതാണ്. പക്ഷെ എന്തായാലും മഡ്ഗാർഡ് വെക്കാത്തതുകൊണ്ട് നേരെ ചളി വരുന്നത് എൻ്റെ മുഖത്തേക്കാണ്. അയ്യോ,
കേട്ടോ. ഞാനത് ശ്രദ്ധിച്ചില്ല. നേരെ ക്യാമറൻ്റെ മുകളിലേക്ക് ചളി വരുന്നത്, ചെളിവെള്ളം, റോഡിലെ വെള്ളം. അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ ആശിച്ച് ആദ്യമായിട്ട് വാങ്ങുന്ന വണ്ടികളൊക്കെ ചില ആളുകൾക്ക് സംഭവിക്കുന്നത് തന്നെയാണ്. അപ്പം ആദ്യമൊക്കെ നല്ല സ്മൂത്തിൽ ഓടിക്കൊണ്ടിരുന്ന വണ്ടി പിന്നെ കാലക്രമേണ ആ സ്മൂത്തിനൊക്കെ നഷ്ടപ്പെട്ട് വണ്ടി ഓടിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലാകുമ്പോൾ ഏതെങ്കിലും വർക്ക്ഷോപ്പ് കൊണ്ടുപോയി കാണിച്ചിട്ട് ചിലയിടങ്ങളിൽ നല്ല വർക്ക് എടുക്കുന്ന ആളുകളുണ്ട്, അവർ നല്ല രീതിയിൽ റെഡിയാക്കി കൊടുക്കും. ചിലയിടങ്ങളിൽ അത് വർക്കൊക്കെ കൂടി നാശമായി കൈ കൊടുക്കും. അത് കൈ കൊടുക്കുമ്പോൾ വണ്ടിയാകുമ്പോൾ മടുക്കും. പിന്നെ അതെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, എവിടെയാണ് പിന്നെ കൊണ്ടു കൊടുക്കേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ എല്ലായിടത്തും പാഞ്ഞ് നടന്ന് കൊണ്ടുകൊടുത്ത് നോക്കും. കാരണം വണ്ടി ഒരു ബുള്ളറ്റിൻ്റെ സംബന്ധിച്ചിടത്തോളം ഒരു വണ്ടി മെല്ലെ സാധാ വണ്ടി ഓടുക എന്നുള്ളതല്ല, അത് അതിൻ്റെ എല്ലാ ഒരു സ്വഭാവം പുറത്തെടുത്തുകൊണ്ട് വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ ഒരു ബുള്ളറ്റിൻ്റെ ഓടിക്കുന്നൊരു ഫീൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെയാണ് ഈ ഇപ്പോൾ കസ്റ്റമറിന് ഫീൽ ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ വണ്ടികളെന്ന് പറഞ്ഞാൽ ആ ഒരു പരമ്പരാഗത എൻജിൻ തന്നെ ഫോളോ ചെയ്തിട്ടുള്ള ഒരു ടെക്നോളജി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ബുള്ളറ്റിൻ്റെ എല്ലാ ഒരു ഗുണങ്ങളും ഒത്തിണങ്ങിയിട്ടുള്ളൊരു വാഹനമാണ് അവസാനം ആയിട്ട് കാറ്റഗറി നിർത്തിയോട് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഈ എൻജിനൊന്നും തിരിച്ച് വരില്ല. അപ്പോൾ ഉള്ളത് നല്ല രീതിയിലാക്കി എടുക്കുക എന്നല്ലാതെ വേറെ വഴിയില്ല. അപ്പം പൈസ മുടക്കുക എന്നുള്ളതും കൂടി വലിയൊരു ഇതാണ്. അത്യാവശ്യം നല്ല ഒരു സാമ്പത്തിക ചിലവ് വരുന്ന കേസാണ് ഇങ്ങനെയുള്ള വണ്ടികൾ നമ്മൾ റീസ്റ്റോർ ചെയ്ത് പുതിയ പഴയ കണ്ടീഷനിലാക്കി എടുക്കുമ്പോൾ കേട്ടോ. അതും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഏതായാലും സ്ക്രാപ്പിലേക്കൊക്കെ കൊടുക്കുന്നേക്കാളും നല്ലത് നമ്മൾ വണ്ടി ഒഴിവാക്കുന്നേക്കാളൊക്കെ നല്ലത്. കാരണം ഈ ഒരു വണ്ടിയിൽ ആരും ഈ കണ്ടീഷനിൽ വിലക്ക് എടുക്കില്ല എന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം ഒരു സ്ക്രാപ്പിലേക്ക് കൊടുക്കാനൊക്കെ ഒരു മാനസികമായി തയ്യാറായിരുന്നത്. അപ്പോൾ ഏതായാലും ഈ ഒരു വണ്ടി ഏത് രീതിയിലാണ് പുറത്തിറങ്ങുക എന്നുള്ളത് ഈ വണ്ടിയുടെ വർക്ക് കഴിഞ്ഞിട്ട് കാണിച്ചുതരാം. നിലവിൽ ഈ വണ്ടിയുടെ കണ്ടീഷൻ എങ്ങനെയാണ്. വണ്ടി ഓടുന്നുണ്ട്, വർക്കിംഗ് കാര്യങ്ങൾ, എഞ്ചിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊന്നും യാതൊരു കുഴപ്പമായിട്ടുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. എന്നാൽ നമുക്ക് അതിൻ്റേതായ സർവീസ് പാർട്സുകളൊക്കെ അയച്ചിട്ട് കംപ്ലീറ്റ് ഒന്ന് സർവീസ് ചെയ്ത് ക്ലിയർ ചെയ്ത് തീരാവുന്ന കേസേ ഉള്ളൂ എന്ന് നിലവിലെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ തോന്നുന്നല്ല, അത്രേ ഉള്ളൂ. വേറെ എഞ്ചിൻ അയച്ച് പണിയേണ്ട കാര്യങ്ങളൊന്നും ഇതിനില്ല. അപ്പോൾ എഞ്ചിൻ അയക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. എപ്പോഴും നമുക്ക് ചെറിയ എന്തെങ്കിലും വിഷയം തോന്നുമ്പോഴേക്കും അത് എഞ്ചിനാണോ എന്നുള്ള സംശയം തോന്നുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു വണ്ടിക്ക് അങ്ങനെയില്ല. അപ്പോൾ ഓക്കെ ആണ്. ഓയിലൊക്കെ ഒന്ന് മാറ്റി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സർവീസ് ചെയ്ത് ക്ലച്ച് കാര്യങ്ങൾ, നമുക്ക് ഓയിൽ സപ്ലൈ എന്നീ കാര്യങ്ങളൊക്കെ ഒന്ന് ഓക്കെ ആക്കിയാൽ തന്നെ വണ്ടി ഓക്കെയാണ്. ബാക്കിയുള്ള കാര്യങ്ങളിലാണ് വണ്ടി പിക്കപ്പ് കാര്യങ്ങളിലാണ് ഈ വണ്ടി കുറച്ച് ഡ്രോബാക്ക് ഉള്ളത്. അതിപ്പോൾ സ്വാഭാവികമായിട്ട് ആദ്യം എങ്ങനെയായിരുന്നു എനിക്കറിയില്ല കേട്ടോ. കാരണം 2 വർഷം 3 വർഷം നിർത്തിയിട്ട് വണ്ടി ഇങ്ങനെ ഓടുള്ളൂ. ഇതുകൊണ്ടായിരുന്നു എന്നറിയില്ല. ഏതായാലും അവർക്ക് സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു വണ്ടി വർക്ക് എടുത്തുന്ന എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഇതാ നമുക്ക് ആ നിലയിൽ കൊണ്ടുവരാൻ നോക്കാം. നമ്മൾ നോക്കാമെന്നല്ല, കൊണ്ടുവരാം. വീണ്ടും ഒരു പുതിയ ജീവിതത്തിലേക്ക്, പുതിയൊരു ലൈഫിലേക്ക് ഈ ഒരു വണ്ടി നമുക്ക് തിരിച്ചു കൊണ്ടുവരാമെന്നാണ് എൻ്റെ ലക്ഷ്യം. അപ്പം ഈ ഒരു വണ്ടി പിന്നെ ക്ലാസിക് രൂപത്തിലല്ല എനിക്ക് കാണിച്ചേക്കുന്നത്, ഒരു സ്റ്റാൻഡേർഡ് രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അതായത് വിൻറ്റേജ് ഒരു സ്റ്റാൻഡേർഡിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് വീട്ടിലെടുത്ത വണ്ടി ചില ആളുകൾ അങ്ങനത്തെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട്, അവർക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ ആ വണ്ടി തിരിച്ച് ലൈഫിലേക്ക് കൊണ്ടുവരാം. അപ്പം എത്ര കോസ്റ്റ് വരും എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോ കണ്ടതിന് ശേഷം വർക്ക് കഴിഞ്ഞതിന് ശേഷം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. എന്തായാലും ഒരു മാസത്തിൻ്റെ അടുത്ത് എന്തായാലും നമുക്ക് ഈ വർക്കിന് സമയം എടുക്കും കേട്ടോ. ഓക്കെ, അപ്പം